യുകെയിലുള്ള അന്യരാജ്യക്കാരുടെ വിസ ഏത് തരമാണെങ്കിലും ഡിസംബർ 31-നകം അത് ഇ വിസ ആക്കണം. UK വിസ ആൻഡ് ഇമിഗ്രേഷൻ വിഭാഗം ഫിസിക്കൽ ഇമിഗ്രേഷൻ ഡോക്യുമെന്റുകൾക്ക് പകരം ഇ വിസ എന്ന ഓൺലൈൻ റെക്കോർഡ് സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ നടപടിക്രമങ്ങൾ. നിങ്ങളുടെ വിസ പുതുക്കേണ്ട തീയതി ആയില്ല എങ്കിൽ പോലും ഈ വിസയിലേക്ക് മാറേണ്ടത് വളരെയധികം അനിവാര്യമാണ്. ഇതിനായി പ്രത്യേകം ഫീസോ മറ്റൊന്നും തന്നെയില്ല. നിങ്ങളുടെ വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ മൊബൈലിലോ ലാപ്ടോപ്പിലോ ഇതിനാവശ്യമായ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയുന്നതാണ്. നിങ്ങൾക്ക് PR ഉണ്ടെങ്കിൽ പോലും ഈ വിസയിലേക്ക് മാറേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്നാണ് നിയമങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. ആയിരക്കണക്കിന് ആളുകൾക്ക് തങ്ങളുടെ ഇ വിസ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പലർക്കും ഇ വിസ ലഭിക്കുന്നതിൽ ബുദ്ധിമുട്ട് നേരിടുന്നതായിട്ടുള്ള വസ്തുത ഹോം ഓഫീസ് സമ്മതിച്ചിട്ടുണ്ട്. ഇ വിസ ആക്സസ് ചെയ്യുന്നതിലെ സാങ്കേതിക തകരാറുകൾ കടുത്ത പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്ന് മനുഷ്യാവകാശ പ്രവർത്തകർ ആശങ്ക ഉന്നയിച്ചിട്ടുണ്ട്. ഇത്തരം പ്രശ്നം ബാധിച്ചവർക്ക് UK-യിൽ കഴിയാൻ അവകാശമുണ്ട് എങ്കിലും ജോലി ചെയ്യാനോ വീട് വാടകയ്ക്കെടുക്കാനോ ഉള്ള അവകാശം ഉണ്ടായിരിക്കുകയില്ല. നല്ലൊരു ശതമാനം കുടിയേറ്റക്കാർക്ക് അർഹതയുണ്ടായിട്ടും സാങ്കേതികമായ തടസ്സങ്ങൾ മൂലം ഇ വിസ ലഭിച്ചില്ല എന്ന പ്രമുഖ ദിനപത്രമായ ഗാർഡിയനാണ് പുറത്തുവിട്ടത്. ഇത്തരക്കാരിൽ പലരും താഴ്ന്ന വരുമാനക്കാരുമാണ്. ഇ വിസ ലഭിക്കാതിരുന്നതുകൊണ്ട് നിയമപരമായി ജോലി ചെയ്യാനുള്ള അവസരം നിഷേധിക്കുന്നത് മൂലം പലരും കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിലാകുമെന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. പലർക്കും ഇ വിസ ഉണ്ട് എന്ന് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് എങ്കിലും അത് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ സാധിക്കുന്നില്ല എന്ന പരാതിയാണ് വ്യാപകമായി ഉയർന്നു വന്നിരിക്കുന്നത്. എന്നാൽ ഈ വിസകൾ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കാത്തവർക്ക് തെളിവായി മറ്റു ചില രേഖകൾ കാണിക്കാമെന്ന് ഹോം ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. പക്ഷെ പല തൊഴിലുടമകളും ഇത്തരം തെളിവുകൾ സ്വീകരിക്കാൻ വിമുഖത കാണിക്കുന്നതായിട്ടാണ് പലരും പരാതിപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.